പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവേനെ എവിടേക്കാണ് പോകണമെന്ന് പറയാതെ പോയതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അജയൻ പറയുന്നുണ്ടായിരുന്നു രാവിലെ തന്നെ ആ പെൺകുട്ടീനെ കാണാൻ തന്നെ ആയിരിക്കും ഏട്ടത്തി പോയിട്ടുണ്ടാവുക. അപ്പോൾ അതുപോലെ പണം തട്ടാൻ വേണ്ടി തന്നെ ആയിരിക്കുമല്ലോ ഇങ്ങനൊരു നാടകം അവൾ കളിക്കുന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നയനിക്കാണെങ്കിലും ആകെ ടെൻഷനാണ്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു എന്നാലും അമ്മയുടെ കയ്യിൽ നിന്ന് പണം ഇങ്ങനെ തട്ടാൻ നോക്കുന്ന ആ പെൺകുട്ടി ആരായെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു അവളെന്തായാലും ഇങ്ങനൊരു നാടകം കളിച്ചിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല, അവൾ ഇങ്ങനെ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇത് അവളുടെ കഷ്ടകാലത്തിനാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടത്തി ഇങ്ങനെ തുടങ്ങിയാൽ നമുക്ക് സത്യം തുറന്ന് പറയേണ്ടി വരുമല്ലോ എന്ന് പറയാണ്. ചിലപ്പോൾ നമ്മുടെ നാവിൽ നിന്ന് സത്യം ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അയാൾ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ജയനാണെങ്കിലും. അപ്പോൾ എന്തായാലും നമുക്ക് ചിലപ്പോൾ സത്യം തുറന്ന് പറയേണ്ടി വരും, അമ്മായിയമ്മേനെ സഹായിച്ചത് മരുമകളാണെന്ന് തുറന്ന് പറയേണ്ടി വരും എന്ന് പറയാണ്. അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം ആ സത്യം മറച്ചു വെച്ചേന് ആദർശിനോടും എന്നോടൊന്നും ചിലപ്പോൾ അയാൾ ഇങ്ങനെ മിണ്ടിന്നൊന്നും വരില്ല എന്ന് പറയാണ്. അപ്പോൾ അജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ മരുമകളാണ് സഹായിച്ചതെന്ന് അറിയുമ്പോൾ ചിലപ്പോൾ മരുമകളോട് സ്നേഹം തോന്നിയാലോ ഏട്ടത്തിക്ക് എന്നൊക്കെ പറയുമ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു അതൊരിക്കലും ഉണ്ടാവില്ല, മരുമകളുടെ സഹായം വേണ്ടാന്ന് പറഞ്ഞ് നടക്കുന്ന അമ്മായിയമ്മയാണ് അവൾ, അതുകൊണ്ട് അത് പ്രതീക്ഷിക്കേണ്ട എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ഏട്ടത്തി ഇപ്പോൾ മരുമകളുടെ സഹായം കൊണ്ടാണല്ലോ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതെന്ന് ജയൻ പറയുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ അതിനുള്ള മാറ്റം ഉണ്ടായാലോ എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ എന്തായാലും ചിലപ്പോൾ നമുക്ക് സത്യങ്ങൾ തുറന്നു പറയേണ്ടി വരും എന്ന് പറയാണ്. പിന്നീട് നയനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അമ്മയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പണം തട്ടാൻ നോക്കുന്നത് നമുക്ക് കണ്ടു നിൽക്കാനൊന്നും പറ്റില്ലല്ലോ, അതിനെതിരെ നമുക്ക് പ്രതികരിച്ചല്ലേ പറ്റുള്ളൂ എന്ന് പറയാനുണ്ട്. അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണ്, അവളെന്തായാലും ഇങ്ങനെ ഒരു നാടകം കളിച്ചിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല, ഇത് അവളുടെ കഷ്ടകാലത്തിനാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. എൻ്റെ മരുമകൾ അമ്മായിയമ്മയ്ക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള സഹായം മറ്റൊരു പെൺകുട്ടി അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ജയൻ അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ അജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇതവളുടെ കഷ്ടകാലത്തിനാണ് അവൾ ഇങ്ങനൊരു നാടകം കളിച്ചതെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അബിയും അതുപോലെ തന്നെ ദേവയാനിയും കൂടെ ശരണ്യയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഡോറ് തുറക്കുന്നത് ശരണ്യയുടെ അമ്മ തന്നെയാണ്. അപ്പോൾ അബിയാണെങ്കിലും ഇതെൻ്റെ അമ്മയാണെന്നൊക്കെ പറഞ്ഞ് ദേവയാനീനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ അവരെ അകത്തേക്ക് ക്ഷണിക്കുകയാണ് കേട്ടോ. ദേവയാനി അകത്തേക്ക് കയറുമ്പോൾ തന്നെ ശരണ്യനെ തന്നെയാണ് കേട്ടോ ചോദിക്കുന്നത് എവിടെയാണ് മോളെന്ന് ചോദിക്കും. അപ്പോഴേക്ക് ശരണ്യ അവിടേക്ക് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ദേവയാനിക്ക് കരള കൊടുത്ത കുട്ടിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവയാനി അവളുടെ മുന്നിൽ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. മോളെ ഞാൻ ഒരുപാട് ഇങ്ങനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹത്തിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ശരണ്യ അഭിനയിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ദേവയാനി നന്നായിട്ട് അങ്ങ് അഭിനയിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ശരണ്യ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ മാഡത്തിന് എന്നെ കാണാത്തതുകൊണ്ട് വലിയ വീർപ്പുമുട്ടലാണെന്ന് സാറ് പറഞ്ഞു, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെ കാണാമെന്ന് തീരുമാനിച്ചത് എന്ന് പറയാണ്. ഞാനിങ്ങനെ മറ്റൊരാൾക്ക് സഹായം ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞ് നടക്കാറില്ല, എനിക്കതിനോട് താല്പര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ മോൾക്ക് തരാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെക്ക് കൊടുത്തയച്ചിരുന്നല്ലോ എൻ്റെ മോൻ്റെ കയ്യിൽ. അപ്പോൾ ശരണ്യയുടെ അമ്മ പെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ ഞങ്ങൾ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല അത് മോളിങ്ങനെ കൈയോടെ തന്നെ അത് കീറിക്കളഞ്ഞു എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ ദേവി എനിക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്, പക്ഷേ അതൊന്നും പുറത്ത് കാണിക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പം നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ മോളെ വെറുതെ കാണാൻ വന്നതൊന്നല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് അവരിങ്ങനെ സംസാരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. ശരണ്യയുടെ അമ്മയാണെങ്കിലും നല്ല തള്ളി മറിക്കുന്നുണ്ടായിരുന്നേ. ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ ഏതെങ്കിലും മൃഗങ്ങൾ ഇങ്ങനെ വയ്യാതെ കിടന്നാലും അവരെ എടുത്തുകൊണ്ടുപോയി ഇങ്ങനെ ആശുപത്രി കാണിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശരണ്യ ചെയ്യുന്ന ഓരോ സഹായത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് എന്തായാലും ഞാൻ വെറുതെ കാണാൻ വന്നല്ല, മോൾക്ക് ഒരു ചെക്ക് തരാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇത് മോൾ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ശരണ്യനോട് അങ്ങ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാവും എന്നൊക്കെ പറയുമ്പോൾ ശരണ്യ വേണ്ടാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ പ്രതിഫലം ആഗ്രഹിച്ചൊന്നല്ല ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ പറയട്ടെ. അപ്പോൾ എന്തായാലും ഇത് മോൾ വാങ്ങിക്കണം എന്ന് പറയുമ്പോൾ എന്തായാലും ശരണ്യ അത് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത് വാങ്ങിച്ചാൽ മാത്രം പോരാ, ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണം എന്ന് ദേവയാനി പ്രത്യേകം പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും ശരണ്യ ചെക്കൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പിന്നീട് ഇനി എന്ത് സഹായം ഉണ്ടെങ്കിലും മോൾക്ക് എന്നോട് ചോദിക്കാമെന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ എന്നോട് ചോദിക്കാൻ മടിയുണ്ടെങ്കിൽ ഇവനോട് പറഞ്ഞാലും മതി, എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാനതെല്ലാം ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ശരണ്യ ചെക്ക് വാങ്ങിച്ച ശേഷം ദേവേനോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഈ ചെക്ക് വാങ്ങിച്ച കാര്യം ഒരിക്കലും ഇങ്ങനെ മാഡത്തിൻ്റെ മകനോട് പറയരുത്, അത് വേറെ ഒന്നും കൊണ്ടല്ല, അങ്ങനെ അന്നാ സാറ് എനിക്ക് കൊണ്ടുവന്ന് ചെക്ക് തന്നപ്പോൾ ഞാനത് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല അതിങ്ങനെ കീറിക്കളയുകയും ചെയ്തു. അപ്പോൾ പിന്നെ അതൊരു മോശമല്ലേ, ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അവരൊക്കെ അറിഞ്ഞാൽ മോശമല്ലേ, അതുകൊണ്ടാണെന്നൊക്കെ പറയൂട്ടോ. അപ്പോൾ ദേവേനി പറയുന്നുണ്ടായിരുന്നു ഞാനായിട്ട് ഒന്നും ആരോടും പറയാൻ പോകുന്നില്ല, അവരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാനായിട്ടൊന്നും പറയില്ല എന്നൊക്കെ പറയൂട്ടോ. എന്നിട്ട് പിന്നെ ദേവയാനിനോട് ഇങ്ങനെ ദേവയാനിയാണെങ്കിലും യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ എന്ത് സഹായം ഉണ്ടെങ്കിലും ഇങ്ങനെ എന്നോട് ചോദിച്ചാൽ മതി, പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറയും. ഇനിയിപ്പോൾ എന്നോട് പറയാൻ മടിയാണെങ്കിൽ ഇവനോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവർ യാത്രയൊക്കെ പറഞ്ഞ് അങ്ങ് പോവാണ് കേട്ടോ.
പിന്നീട് അവരങ്ങ് പോയി കഴിയുമ്പോൾ ശരണ്യയുടെ അമ്മ ശരണ്യനോട് പറയുന്നുണ്ടായിരുന്നു, കുറച്ചുകൂടെ പൈസ അധികം ചോദിക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു 5 ലക്ഷം കൂടെ അവനോട് ചോദിച്ചു നോക്ക്, അവന് വെറുതെ 40 ലക്ഷം കയ്യിലിരിക്കല്ലേ, ഇങ്ങനെ വെറുതെ ഒരു നാടകം കളിച്ചേനെന്നൊക്കെ പറയുമ്പോൾ ശരണ്യ പറയുകയാണ്, പിന്നെ നമ്മുടെ കാര്യം അങ്ങനെ തന്നെയല്ലേ, ഞാനൊന്ന് വെറുതെ നാവ് ചലിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ, അതിന് ഇതൊക്കെ തന്നെ ധാരാളമാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ 10 ലക്ഷം തന്നെ മതി എന്നുള്ള രീതിയാണ് ശരണ്യയ്ക്കാണെങ്കിലും. അമ്മയ്ക്ക് കുറച്ചുകൂടെ കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്, അപ്പോൾ അത് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും കുറച്ചുകൂടെ ചോദിക്കാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. പിന്നീട് ദേവയാനിയും അബിയും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാറിൽ. ദേവയാനിക്കാണെങ്കിൽ ഭയങ്കര ചിരിയാണ്, ദേവയാനി എന്തോ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അബിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അമ്മായി ഞാനിവിടെ ഇറങ്ങാമെന്ന് പറയും കേട്ടോ. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, അതെന്തിനാണ് ഇവിടെ ഇറങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ അബി പറയും, നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വീട്ടിലേക്ക് ചെന്നാൽ എല്ലാവർക്കും സംശയമാവില്ല, അതുകൊണ്ട് ഞാനിവിടെ ഇറങ്ങാമെന്ന് പറയും. ഓ അത് ശരിയാണല്ലോ, ഞാനത് അത്രയ്ക്ക് അങ്ങ് ഓർത്തില്ല എന്ന് പറയട്ടോ. പിന്നീട് അബി അവിടെ ഇറങ്ങുന്നുണ്ടായിരുന്നു, അപ്പോൾ ദേവയാനിയും കൂടെ ഇറങ്ങുകയാണ്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ആ കുട്ടി ഒരു പാവാണെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ അബി പറയും, ആ കുട്ടി മാത്രമല്ല അവളുടെ വീട്ടുകാരും ഒക്കെ പാവങ്ങൾ തന്നെയാണെന്ന് പറയട്ടെ, ഇനിയിപ്പോൾ അവളുടെ കല്യാണം നടത്തി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, അതും ഒരു നല്ല കാര്യമായിരിക്കും എന്നൊക്കെ പറയുകയാണ്. പിന്നെ എന്തായാലും നീ ഈ കാര്യം എന്നോട് പറഞ്ഞതിന് നിനക്കും എന്തെങ്കിലും പാരിതോഷികം തരണം എന്ന് എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട അമ്മായി എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ആദർശിനോട് പറഞ്ഞിട്ട് നിനക്കും കുറച്ച് അധികാരങ്ങളൊക്കെ തരാൻ പറയാമെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, അതൊക്കെ ഇങ്ങനെ ആദർശമായിട്ടും തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്തായാലും നോ പറയാൻ പറ്റില്ല എന്ന് പറയും. ആ സമയത്ത് അബി പറയുന്നുണ്ടായിരുന്നു, അതൊന്നും വേണ്ട, അതൊക്കെ ആദർശേട്ടൻ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും നിനക്ക് ഇങ്ങനെ എന്തെങ്കിലും അധികാരങ്ങൾ തരുന്ന സമയത്ത് നീ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്താൽ മതി, അതിലൊരു കള്ളത്തരം കാണിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, അത് അത്രേ തന്നെയുള്ളൂ, ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റാൻ പോവുകയാണ്, ഞാനൊരു അച്ഛനാവാൻ പോവല്ലേ, എനിക്കൊരു കുഞ്ഞൊക്കെ ജനിക്കല്ലേ എന്നൊക്കെ പറയട്ടെ. അപ്പോൾ അതൊക്കെ നല്ല കാര്യം തന്നെയാണ്, അപ്പോൾ നീ കള്ളത്തരമൊന്നും കാണിക്കാതെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അബി അതേ എന്നൊക്കെ പറഞ്ഞ് സമ്മതിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും ആദർശിൻ്റെ വിശ്വാസം ഇങ്ങനെ പിടിച്ചു പറ്റിയാൽ നിനക്ക് പിന്നെ ഒന്നും പേടിക്കാനില്ല എന്ന് പറയൂ കേട്ടോ. എന്നിട്ട് ദേവേനെ അവിടെ നിന്ന് പോകുന്ന സമയത്ത് അബിയാണെങ്കിലും മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, പിന്നെ അവൻ്റെ വിശ്വാസം പിടിച്ചു പറ്റാൻ ഞാൻ അവനെ എങ്ങനെ കുഴിയിൽ ചാടിക്കാമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇങ്ങനെ അബി മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ദേവേനി വണ്ടിയിൽ കയറിയിട്ട് അങ്ങ് പോവാണ്. ദേവയാനിക്കാണെങ്കിലും വണ്ടിയിൽ കയറിയിട്ടും ചിരി അടക്കാൻ പറ്റുന്നില്ല കേട്ടോ, അപ്പോൾ ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അബി നേരെ ശരണ്യയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ശരണ്യ എവിടെയെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ തന്നെ ബാങ്കിൽ ഇങ്ങനെ ചെക്ക് കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ശരണ്യനെ വിളിച്ചുകൊണ്ട് പോകാനാണ് വന്നിട്ടുള്ളത്. അപ്പോഴും ശരണ്യയുടെ അമ്മ പൈസ കൂട്ടിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അത് തരാൻ പറ്റില്ല, അവൾ എന്നോട് 5 ചോദിച്ചത്, ഞാൻ 10 കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അബിക്ക് എന്തായാലും കൂടുതൽ പൈസ എന്തായാലും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ശരണ്യയുടെ അമ്മ കുറേ പറഞ്ഞു നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ശരണ്യനെ സ്നേഹിച്ച് ഇങ്ങനെ പറ്റിച്ച ശേഷം മോനെ കൊണ്ട് തന്നെ ഇവളെ കല്യാണം നടത്തിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. മോൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മോൻ്റെ മുത്തശ്ശൻ നാണക്കേട് കൊണ്ട് കല്യാണം നടത്തി തരും എന്നൊക്കെ ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ മുത്തശ്ശനെ ആർക്കും ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു കല്യാണം കഴിയാത്ത പെൺകുട്ടിയല്ലേ, അപ്പോൾ ഇവളുടെ കല്യാണ ആവശ്യങ്ങൾക്കും കുറച്ച് പണമൊക്കെ വേണ്ടേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പൈസ കൂട്ടി ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ശരണ്യ പറയുന്നുണ്ടായിരുന്നു, നീ എനിക്ക് ഇങ്ങനെ കൂടുതൽ പൈസ ഒന്നും തരണ്ട, പറഞ്ഞ കാശ് തന്നാൽ മതി, അത് തരാതെ പറ്റിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ നീ എന്തൊരു മണ്ടിയാണെന്നൊക്കെ ഇങ്ങനെ അബി ചോദിക്കും കേട്ടോ. നിൻ്റെ പേരിലല്ലേ അമ്മായി ചെക്ക് ചെയ്ത് തന്നിട്ടുള്ളത്, അപ്പോൾ അക്കൗണ്ടിൽ 10 ലക്ഷം ഇട്ടിട്ട് ബാക്കി ഇങ്ങ് എടുത്താൽ പോരെ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതും തരാതെ ഇങ്ങനെ പറ്റിക്കാൻ നോക്കരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ബാങ്കിലെ ആളുകളുണ്ടെങ്കിൽ അവിടെയും തിരിമറിയൊക്കെ നടത്താമല്ലോ എന്ന് ശരണ്യയുടെ അമ്മ ആ സമയത്ത് പറയുകയാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും അങ്ങനെയൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എന്തായാലും പിന്നീട് ഇപ്പോൾ തന്നെ നമുക്ക് പോവാം, ചൂടോട് കൂടി തന്നെ ഇത് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവരങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെക്കൊക്കെ എടുത്തിട്ട് ശരണ്യം വരുന്നുണ്ട്. പിന്നെ അവർ ബാങ്കിലേക്കാണ് കേട്ടോ പോകുന്നത്. അവരിങ്ങനെ പൈസ കൂട്ടി ചോദിക്കുന്ന സമയത്താണെങ്കിലും അബി പറയുന്നുണ്ടായിരുന്നു, ഇതെങ്ങാനും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വീടിന് ഇങ്ങനെ പുറത്താണ്, ആദർശേട്ടനും മുത്തശ്ശനും ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എന്തായാലും വലിയൊരു ആൾമാറാട്ടമാണല്ലോ അവർ നടത്തിയിട്ടുള്ളത്, അപ്പോൾ അത് അവർക്ക് തന്നെ ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ബാങ്കിൽ കൊണ്ടുപോയിട്ട് ശരണ്യ ഇങ്ങനെ ചെക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാഡത്തിനെ വിളിച്ചാൽ മതി എന്ന് പറയും. അവരാണെങ്കിലും ചെക്ക് വാങ്ങിച്ച് നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു, അക്കൗണ്ടിലാകെ 5000 രൂപ മാത്രമേ ഉള്ളൂ എന്ന് പറയട്ടോ. അപ്പോൾ 5000 രൂപയെന്നിങ്ങനെ ശരണ്യ ഒരു അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ് കേട്ടോ. അതേ സത്യം തന്നെയാണ് പറഞ്ഞത്, ഒന്നുകൂടി നോക്കാനൊക്കെ ശരണ്യ പറയുന്നുണ്ട്, ഞാൻ നോക്കിയതൊക്കെ ശരി തന്നെയാണ്, 5000 രൂപ മാത്രമേ ഉള്ളൂ അക്കൗണ്ടിൽ എന്ന് പറയട്ടോ, മിനിമം ബാലൻസേ ഉള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ചെക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ പണം വന്നാലോ എന്ന് പറഞ്ഞിട്ട് ശരണ്യ ഇങ്ങനെ
ചെക്ക് തിരിച്ച് വാങ്ങിക്കുന്നുണ്ടായിരുന്നേ. പിന്നീട് അബിനോട് ചെന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അബിക്കാണെങ്കിൽ സംശയം ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ എന്നെ പറ്റിക്കുകയാണോ ഇങ്ങനെ ചെക്ക് കിട്ടിയപ്പോൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല, അവർ തന്ന ചെക്ക് ഇതാന്ന് പറഞ്ഞിട്ട് അബിയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ശരണ്യം പറയുന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ 10 ലക്ഷം കിട്ടുമെന്ന് വിചാരിച്ച് നിന്നാണെന്ന് പറയുമ്പോൾ അപ്പോൾ എൻ്റെ കാര്യം ഞാനിപ്പോൾ ഇങ്ങനെ 40 ലക്ഷം കിട്ടുമെന്ന് വിചാരിച്ചല്ലേ നിന്ന്, ഇതിപ്പോൾ വല്ലാത്തൊരു ചതിയായി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അമ്മയുടെ അക്കൗണ്ടിൽ എന്തായാലും കോടികൾ കാണും, ഇങ്ങനെ 5000 ഒന്നല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ സമയത്താണ് ശരണ്യ കയ്യിലേക്ക് ആ ചെക്ക് അങ്ങ് വെച്ച് കൊടുക്കുന്നു കേട്ടോ. ഇതാ അവർ തന്ന ചെക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ വല്ലാത്ത ചതിയായി പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അവിടേക്ക് പോലീസ് ജീപ്പ് വരുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു അബി തല്ലിയിട്ടുണ്ടായിരുന്ന ആ SI ആണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ കാര്യം പോക്കായി എന്നാണ് തോന്നുന്നത്, ഞാനും എൻ്റെ ഫ്രണ്ട്സും അയാളെ ഇട്ടൊന്ന് പെരുമാറിയിട്ടുണ്ട് എന്നൊക്കെ പറയട്ടെ. അപ്പോൾ അയാൾ വന്ന ഉടനെ തന്നെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അബിനോട് എന്താ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അബിയാണെങ്കിലും സാറേ എന്നൊക്കെ വിളിച്ച് തന്നെയാണ് ആ സമയത്ത് സംസാരിക്കുന്നത്. അബിക്കാണെങ്കിലും ഒരു പേടിയുണ്ട്. പിന്നീട് അബി ഇങ്ങനെ അവരെ അടിച്ചിരുന്നല്ലോ, അബീനെ ആദ്യം ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോയാണ്ടാണല്ലോ ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ടിട്ട് പെരുമാറിയത്. അപ്പോൾ അതിനൊന്നല്ല ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്, വേറൊരു കാര്യത്തിനാണ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നീ എൻ്റെ കൂടെ ഇപ്പം തന്നെ സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറയുന്നുണ്ടായിരുന്നു. കൂടെ ഇവളും വേണമെന്ന് പറയുമ്പോൾ ശരണ്യ പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്തിനാണ് വരുന്നത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ തെറ്റ് ശരിയൊക്കെ നമുക്ക് അവിടെ സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാം, രണ്ടുപേരും വണ്ടിയിലേക്ക് കയറിയെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്കൊരാളെ വിളിക്കണം എന്നൊക്കെ അബി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരെയും നീ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വണ്ടിയിലേക്ക് കയറ്റിയാണ് കേട്ടോ. പിന്നീട് അവരങ്ങ് പോവാണ്. അപ്പോൾ ദേവയാനിയാണെങ്കിലും റോഡിൻ്റെ സൈഡിൽ തന്നെ വണ്ടി ഒതുക്കിയിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവർ പോകുന്നതൊക്കെ. അപ്പോൾ ദേവയാനി മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് പോവാം, അപ്പോഴേക്കും അവിടെ നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടന്നോളും എന്നിങ്ങനെ ദേവയാനി മനസ്സിൽ ഓർക്കുകയാണ്. പിന്നീട് അവർ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടും അവർ വണ്ടിയിൽ നിന്നൊന്നും ഇറങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ എന്താടാ ഇറങ്ങാനൊരു മടി, രണ്ടുപേരും ഇങ്ങോട്ട് ഇറങ്ങുന്നൊക്കെ പറഞ്ഞ് ചീത്തയൊക്കെ പറഞ്ഞ് ഇറക്കുകയാണ്. പിന്നെ SI പറയുന്നുണ്ടായിരുന്നു അന്ന് നമ്മൾ കണ്ടത് ഇങ്ങനെ എരുമേലി സ്റ്റേഷനിലായിരുന്നു, അപ്പോൾ ഇടയ്ക്ക് ഇത് വേറൊരു പോലീസ് സ്റ്റേഷനാണ്, ഇടയ്ക്ക് ഇതുപോലെ പോലീസ് സ്റ്റേഷനൊക്കെ കയറി ഇറങ്ങുന്നത് നല്ലതാണെന്നൊക്കെ പറയൂ കേട്ടോ. അന്ന് ഞാൻ നിന്നെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ എങ്ങനെയായാലും ഊരിപ്പോരുമെന്ന് എനിക്കറിയായിരുന്നു, കാരണം മൂർത്തി സാറിൻ്റെ കൊച്ചുമോനാണല്ലോ നീ എന്നിങ്ങനെ പറയട്ടോ. എന്ന് ഞാൻ എന്തായാലും മൂർത്തി സാറിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അദ്ദേഹം നീതിമാനാണ്, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മക്കളായാലും കൊച്ചുമക്കളായാലും ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പം നിന്നെ പിടിച്ചു കൊണ്ടുവന്നതും. നീ തെറ്റ് ചെയ്തിട്ട് നിന്നെ ശിക്ഷിക്കാതിരുന്നാൽ ചിലപ്പോൾ അദ്ദേഹം എന്നെ ആയിരിക്കും അടിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ശരണ്യയ്ക്ക് ആകെ പേടിയാവുന്നുണ്ട്. അപ്പോൾ ശരണ്യ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കല്യാണം പോലും കഴിയാത്തൊരു പെൺകുട്ടിയാണ്, അപ്പോൾ ഇതൊക്കെ നാട്ടുകാരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര മോശമാണെന്നൊക്കെ പറയട്ടെ. അപ്പോൾ അത് നിനക്കറിയില്ലായിരുന്നു, പിന്നെ എന്തിനാ ഇവൻ്റെ കൂടെ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതെന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് പണം കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ ചെയ്തു പോയതാണെന്ന് പറയാണ്. അതുപോലെ തന്നെ അബി ഇങ്ങനെ നേരത്തെ ശരണ്യനെ സ്നേഹിച്ച് പറ്റിച്ച കാര്യം കൂടെ പറയുമ്പോൾ എന്നാൽ പിന്നെ അതിനും കൂടെ ചേർത്ത് അവൻ്റെ പേരിൽ അങ്ങ് കേസ് എടുക്കാമെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെ ഇപ്പോൾ പിടിച്ചു കൊണ്ടുവന്നത് എന്നെ ഇങ്ങനെ തല്ലിയതിനൊന്നുമല്ല, ഇങ്ങനെ കരൽ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ആൾമാറാട്ടം നടത്തിയനാണെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ ഒരു ചെറിയ കുറ്റമൊന്നുമല്ല ആൾമാറാട്ടം എന്ന് പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശരണ്യയ്ക്കാണെങ്കിലും ആകെ പേടിയാവുന്നുണ്ട്. അപ്പോൾ നിനക്കുള്ളത് ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എൻ്റെ കൈക്ക് ഇങ്ങനെ നല്ല സ്വാധീനക്കുറവുണ്ട്, അപ്പോൾ അതിനും കൂടെ ചേർത്ത് തരാമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് കൂടെ അവിടെ ഉണ്ടായിരുന്ന വേറൊരു പോലീസുകാരനോട് അവനെ കൊണ്ടുപോയിട്ട് അവന് കൊടുക്കാനുള്ളതൊക്കെ അങ്ങ് കൊടുത്തേക്കെന്ന് പറയുമ്പോൾ അയാളാണെങ്കിലും അബിക്കിട്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരണ്യയ്ക്കാണെങ്കിലും ആകെ പേടിയുണ്ട്. അപ്പോൾ ശരണ്യനോട് പറയുന്നുണ്ടായിരുന്നു നീ ഒരു പെൺകുട്ടിയല്ലേ, നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അബിക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും ദേവയാനി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു, മതി എന്ന് പറഞ്ഞിട്ട് വരും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു കേസൊന്നും ഫയൽ ചെയ്യേണ്ടെന്ന് പറയൂ കേട്ടോ. അപ്പോൾ ദേവയാനിയാണ് ഇതിൻ്റെ പിന്നിലെന്ന് അബിക്കും ശരണ്യയ്ക്കൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നേ. പിന്നീട് ദേവയാനിയാണെങ്കിലും അബിയുടെ കോളറിനൊക്കെ കുത്തി പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു വെറുതെ അല്ലേടാ നിന്നെ ഇങ്ങനെ അധികാരത്തിൽ ഇരുന്ന് നിന്നെ ഇങ്ങനെ ആദർശ പിടിച്ച് വെറും ജോലിക്കാരനാക്കിയത്, നിന്നെ എങ്ങനെ ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ശരണ്യനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തായാലും ശരണ്യനോട് പറയുന്നുണ്ടായിരുന്നു നിനക്ക് എന്തായാലും നന്നായിട്ട് അഭിനയിക്കാനൊക്കെ അറിയാലോ, അപ്പോൾ നിനക്ക് ഇതിൽ എത്രയാ പങ്കെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരണ്യ മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് SI പറയാണ് ചോദിച്ചേ കേട്ടില്ലേടി എന്ന് ചോദിക്കുമ്പോൾ ശരണ്യ പറയുന്നുണ്ടായിരുന്നു 10 ലക്ഷം എന്ന് പറയൂ കേട്ടോ. ഓ നിനക്ക് 10 ലക്ഷം, അപ്പോൾ ബാക്കി 40 ലക്ഷം നിനക്ക് അല്ലേടാന്നങ്ങനെ അബിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുന്ന ദേവയാനിയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.